ലക്ഷോർ ഹോസ്പിറ്റലിന്റെ അകത്തളത്തിൽ മരണത്തോട് മല്ലടിക്കുന്ന സുജിത്തിന് വേണ്ടി ജ്യേഷ്ഠൻ ശ്രുതി വന്ന് പള്ളിക്കവാടത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കൈ കൂപ്പിയപ്പോൾ ഞാൻ പറഞ്ഞു കൈത്താത്തിടാൻ പറഞ്ഞു. അൽഹംദുലില്ലാ ശ്രുതിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി. സുജിത്തിന് വേണ്ടി ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പം ഏതാണ്ട് 10-12 മണിക്കൂർ കൊണ്ട് 15 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. ലക്കൽ ഹംദു യാ അല്ലാഹ്. ഒരു സാധാരണ ഒരു നാട്ടിൻ പ്രദേശം ഒരു മീൻ കച്ചവടക്കാരൻ്റെ മകനായി ഞാൻ ഇന്നലെ എനിക്ക് ഭയങ്കര ആത്മഹർഷമാണ് ഈ സമയത്ത്. കാരണം പറഞ്ഞല്ലേ, ഒരാളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങുക, ജാതി മതം നോക്കാതെ മനുഷ്യരിങ്ങനെ നിർബാധം ആ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക. ഈ പൈസ അയക്കുക എന്ന് പറഞ്ഞാലേ ചില മനുഷ്യർ 25,000 രൂപ ഒന്ന് അവരധ്വാനിക്കുന്ന അവരുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം തന്നെ അക്കൗണ്ടിൽ അയച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് ഉസ്താദേ എനിക്ക് വേണ്ടി ദ്വാരക്കണം, സുജിത്തിനെ സഹായിച്ചിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് എടുത്ത് പറയുന്നല്ലത്. മനുഷ്യൻ്റെ ഒരു ലഹരിയാണിത്. അവർക്ക് ഈ ജാതിയും മതത്തിനും ഒക്കെ അപ്പുറത്തേക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞ ഭയങ്കര ഒരു സാധനമുണ്ട്. അത് എവിടെ നിന്ന് കിട്ടുന്നതാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. നിങ്ങൾ ഞങ്ങളെ മതം നോക്കിയാണ് എല്ലാത്തിനും എന്തുവരെ സാധാരണ പറയാറുള്ളത്, താടിയിൽ മതം, തൊപ്പിയിൽ മതം, വസ്ത്രത്തിൽ മതം, അങ്ങേയറ്റം പറഞ്ഞ സുന്നത്ത് കല്യാണം വരെ കാര്യങ്ങൾ പറയും. അവിടെ വരെ മതം എന്ന് പറയുക. പക്ഷെ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ മതം ഉണ്ടായിട്ടും നിങ്ങൾക്കൊക്കെ ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും നിങ്ങൾ ഈ മനുഷ്യരെ തരം തിരിച്ചാ കാണുന്നല്ലേ. അച്ഛൻ അസുഖമായിട്ട് ആശുപത്രി കടന്നപ്പോഴേ കയറ്റിയ ചോര അതൊരു ക്രിസ്ത്യാനിയുടെയാ, തോമസ് മാത്യു എന്ന് പറയുന്നത്. എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ ഇതുവരെ? ഓരോന്ന് കാണിച്ചിട്ടേ എന്തായാലും പറയുമ്പോ പിന്നെ മുടന്തനായം പറയരുത്. നിർത്തടാ. പാതിരാത്രിക്ക് വണ്ടി അടിച്ച് നീ റോഡിൽ കടന്നപ്പോഴേ നിന്നെ ചുരുട്ടിക്കെട്ടി ആശുപത്രിയിൽ എത്തിച്ചിട്ട് ഞങ്ങൾ വരുന്നിടം വരെ കാവലിരുന്നതേ വൈക്കത്തുകാരനെ ഒരു മുഹമ്മദ് റസാക്ക. എന്താ നീ അതങ്ങ് മറന്നുപോയോ? ഇത്ര ഐറ്റം ഉള്ളേ നീ എന്തേലും പറയാൻ വയ്യായിരുന്നോ? മുസ്ലിമായ നിങ്ങൾ അതിനെ തൊടണ്ടാന്ന്. അപ്പൊ ഈ ജാതി മതവും ഒന്നുമല്ല, മനുഷ്യത്വത്തിലാണ് കാര്യം. തീവ്രവാദം എല്ലാ മതത്തിലും ഉണ്ട്, അതിന് പ്രത്യേകിച്ചൊരു മതമൊന്നുമില്ല. മറ്റുള്ളവരെ സഹായിക്കാനായിട്ടേ വിശുദ്ധ ഗ്രന്ഥങ്ങളെ തുറന്നു വെച്ച് വായിച്ചു കേൾപ്പിച്ചാൽ മാത്രം പോരാ, അതിനെ സാമ്പത്തികം മുടക്കാനുള്ള മനസ്സൂടെ വേണം.